Hello students, actually the next property of relations is transitive property. First we have studied reflexive, then next one symmetric, and a variation on symmetric condition of symmetric property gives antisymmetric property. And then we have transitive relations. Before coming to transitive relations, let us do one or two problems connected with the reflexive and the symmetric relations. Suppose that we are given the divides relation. Then find whether it is the divides relation. Find whether the divides relation is symmetric. Is the divides relation symmetric or antisymmetric? Symmetric ആണോ antisymmetric ആണോ എന്ന് കണ്ടുപിടിക്കുക. Divides relation. Divides relation നമുക്കൊരു സിമ്പലൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാം. നമ്മളിങ്ങനെയാണ് ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ ഇപ്പോൾ നമുക്ക് സൗകര്യത്തിന് ഈ നൊട്ടേഷൻ ഉപയോഗിക്കാം. എ ബൈ ബി ഇങ്ങനെ നമ്മൾ എഴുതാറുണ്ട്. ഇത് എ ഡിവൈഡ്സ് ബി എന്ന് നമുക്ക് വായിക്കാം. എ ഡിവൈഡ്സ് ബി. അപ്പോൾ എ ഡിവൈഡ്സ് ബി എന്ന് പറയുമ്പോഴാണ് നമ്മൾ എ ഈസ് റിലേറ്റഡ് ടു ബി എന്ന് എഴുതുക. അല്ലെങ്കിൽ എ ഈസ് റിലേറ്റഡ് ടു ബി എന്ന് പറയുന്നതിന് പകരം റിലേഷനെ ആർ എന്ന് പേര് പിടിക്കുകയാണെങ്കിൽ എ ബി എലമെന്റ് ഓഫ് ആർ എന്ന് നമുക്ക് എഴുതാം. ആദ്യം നമുക്ക് ഈ റിലേഷൻ ഡിവൈഡ്സ് റിലേഷൻ സിമെട്രിക് ആണോ, ഓൺ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് ആണ്, സിമെട്രിക് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഡിവൈഡ്സ് റിലേഷൻ ഓൺ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് സിമെട്രിക് ആണോ എന്ന് നോക്കാം. സിമെട്രിക് ആണോ എന്ന് നോക്കുമ്പോൾ എന്താണ് കണ്ടീഷൻ? വെന്നെവർ എ ബി എലമെന്റ് ഓഫ് ആർ ബി എ ഓൾസോ. എ ബി ഉള്ളപ്പോഴൊക്കെ ബി എയും ആറിലുണ്ടെങ്കിലേ, എല്ലാ റിലേഷൻസിലും ഉണ്ടാവണം നിർബന്ധമില്ല, ഉണ്ടെങ്കിലേ ആ റിലേഷനെ നമ്മൾ സിമെട്രിക് എന്ന് പറയാറുള്ളൂ. അപ്പോൾ നമുക്ക് 1-2 നോക്കാം. 1-2 1 ഡിവൈഡ്സ് 2. 1 ഡിവൈഡ്സ് 2. 1/2 എന്നല്ല, 1 ഡിവൈഡ്സ് 2. വേർഡ്സിൽ വായിക്കുക. 1 ഡിവൈഡ്സ് 2. 1 ഈസ് എ ഡിവൈസർ ഓഫ് 2. അതുകൊണ്ട് തന്നെ 1 എലമെന്റ് ഓഫ് ആർ എന്ന് നമുക്ക് പറയാം. അതേസമയം 2 ഡിവൈഡ്സ് 1 എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. 2 ഡസ് നോട്ട് ഡിവൈഡ്. അത് നമ്മളിങ്ങനെ എഴുതും, ഡിവൈഡ്സിനെ ഇങ്ങനെ വെട്ടി എഴുതാറുണ്ട്. 2 ഡസ് നോട്ട് ഡിവൈഡ് 1. therefore 2 നോട്ട് ആൻ എലമെന്റ് ഓഫ് ആർ. ആറിലില്ല, നോട്ട് ആൻ എലമെന്റ് ഓഫ്. അതും വെട്ടിയാണ് നമ്മൾ കാണിക്കുക. അപ്പോൾ 1-2 ഇതൊരു എ ബി ഫോമില. വെന്നെവർ എ ബി എലമെന്റ് ഓഫ് ആർ ബി എ ഓൾസോ എലമെന്റ് ഓഫ് ആർ. ദെൻ ഇത് 1-2 ശരിയായ പോരാ, ഇതിപ്പോൾ തെറ്റിപ്പോകുന്നു എന്ന് കാണിക്കാനാണ്. 1-2 ഉണ്ട്, അതിന്റെ തിരിച്ചിട്ടപ്പോൾ 2-1, അതിന്റെ ബി എ ആറിലില്ല. സോ ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക്. നോട്ട് symmetric. Divides relation is not symmetric. Then find whether it is antisymmetric. Divides relation antisymmetric ആണോ എന്ന് നമുക്ക് ഇപ്പോൾ ചെക്ക് ചെയ്യാം. ആന്റിസിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്നാ നമുക്ക് വേണ്ടത്? എ ബിയും ബി എയും റിലേഷനിലുള്ളപ്പം വെന്നെവർ എ ബി ആൻഡ് ബി എ ബിയും ബി എയും ഒരുമിച്ച് റിലേഷൻ്റെ പാർട്ടാകുമ്പോൾ എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് എ ഈക്വൽ ടു ബി. എ ബിയും ബി എയും ഉണ്ടെങ്കിൽ എയും ബിയും ഈക്വൽ ആണ്. എ ബിയും ബി എയും ഉണ്ടെങ്കിൽ എ ബി ആറിലാകണമെങ്കിൽ നമുക്ക് എന്നാ പറഞ്ഞേക്കുന്നത്? എ ഡിവൈഡ്സ് ബി ആകണം. എ ഡിവൈഡ്സ് ബി എന്നാകണം. ബി എ ആറിലുണ്ടാവണമെങ്കിൽ എന്ത് വേണം? ബി എ ആറിലുണ്ടാവണമെങ്കിൽ ബി ഡിവൈഡ്സ് എ എന്ന് വരണം. ഇത് എ ഡിവൈഡ്സ് ബിയും ബി ഡിവൈഡ്സ് എയും നടക്കും എപ്പോഴാന്ന് നിങ്ങൾക്കറിയാം. 2 ഡിവൈഡ്സ് 2, 5 ഡിവൈഡ്സ് 5 അതുപോലെ നടക്കും. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കണമെങ്കിൽ എ ഡിവൈഡ്സ് ബി ആൻഡ് ബി ഡിവൈഡ്സ് എ പോസിബിൾ ഇഫ്, എപ്പോഴാണ് ഇത് നടക്കുക? പോസിബിൾ ഇഫ് എ ഈക്വൽ ടു ബി. ദാറ്റ് ഈസ് എ ബി ആൻഡ് ബി എ ഡിവൈഡ്സ് ബി പോസിബിൾ ആണെങ്കിൽ എ ബിയും ബി ഡിവൈഡ്സ് എ പോസിബിൾ ആണെങ്കിൽ ബി എയും ആറിലെ എലമെന്റ് ആണ്. എ ബി ആൻഡ് ബി എ ഇൻ ആർ if a equal to b. if and only if a equal to b ആണെങ്കിൽ a equal to b ആകുമ്പോൾ മാത്രമേ ഉള്ളൂ. എ ബി ആൻഡ് ബി എ ആറിലുണ്ടാകണമെങ്കിൽ എയും ബിയും ഈക്വൽ ആണ്. അല്ലാത്തപ്പോൾ എ ബി ഉണ്ടെങ്കിൽ ബി എ വരികയില്ല. എ ബിയും ബി എയും ഉള്ളപ്പം എയും ബിയും ഈക്വൽ ആവണം. എ ബി ഉള്ളപ്പോൾ ബി എ വരികയില്ല, ബി എ ഉള്ളപ്പം എ ബി വരികയില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. ബി എ ഉള്ളപ്പം ബി ഡിവൈഡ്സ് എ ഉള്ളത്, അപ്പോൾ എ ഡിവൈഡ്സ് ബി സാധിക്കില്ല. സാധിക്കുന്ന ഒരു സമയമുണ്ട് എപ്പോഴാണ് എയും ബിയും ഈക്വൽ ആവും. അപ്പോൾ നമുക്ക് ഇത് നോക്കിയാൽ മതി ആന്റിസിമെട്രിക് ആണോ എന്നറിയാം.
എ ബി ബി എ എലമെന്റ് ഓഫ് ആർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈക്വൽ ടു ബി. എയും ബി ഈക്വൽ ആയാൽ എയും ബിയും ഈക്വൽ ആയാൽ 1 1 2 2 ഡിവൈഡ്സ് റിലേഷനിൽ 1 ഡിവൈഡ്സ് 1 2 ഡിവൈഡ്സ് 2 അങ്ങനെ എല്ലാ ഇൻറ്റീജേഴ്സിനും നമുക്ക് പറയാൻ സാധിക്കും. എയും ബിയും ഈക്വൽ ആയാൽ അവർ റിലേഷനിലുണ്ട്. ആൻഡ് എയും ബിയും ഈക്വൽ ആകുമ്പോൾ മാത്രമേ ഉള്ളൂ എ ബി ആൻഡ് ബി എ എലമെന്റ് ഓഫ് ആർ എന്ന് വരണമെങ്കിൽ എയും ബിയും ഈക്വൽ ആകുമ്പോൾ മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. എ ബിയോ ബിയോ തനിച്ച് വരുമ്പം ഒരുമിച്ച് വരത്തില്ല, തനിച്ചേ വരത്തുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ ദ റിലേഷൻ ഈസ് ആൻറ്റി സിമെട്രിക്. നോട്ട് സിമെട്രിക് ബട്ട് ഇറ്റ് ഈസ് ആൻറ്റി സിമെട്രിക്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നൗ we move to another question. How many reflexive relations are possible on a set with n elements? n elements ഉള്ള ഒരു സെറ്റിൽ എത്ര റിഫ്ലെക്സീവ് റിലേഷൻസ് പോസിബിൾ ആണ്? ബുക്കിൽ നിങ്ങളുടെ നോട്ടിൽ എടുത്തായിട്ട് കാണുന്നത് ഇതാണ്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസിറ്റീവിലേക്ക് പോകാം എന്ന് വിചാരിച്ചാണ്. ഹൗ മെനി റിഫ്ലെക്സീവ് റിലേഷൻസ് are possible on a set with n elements. n elements ഉള്ള ഒരു സെറ്റിൽ എത്ര റിഫ്ലെക്സീവ് റിലേഷൻസ് പോസിബിൾ ആണ്? എപ്പോഴാണ് റിലേഷൻ റിഫ്ലെക്സീവ് ആകുന്നത്? റിഫ്ലെക്സീവ് ആകുന്നത് A element of R for all A element of capital A. If A is a given set with n elements, we can write A equal to n elements. Numbers ആണോ എന്താണെന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് നമുക്ക് A1 A2 etc. AN എന്ന് കൊടുക്കാം. ഇത് റിഫ്ലെക്സീവ് ആകണമെങ്കിൽ എന്ത് വേണം? For all A element of A ordered pair A element of the relation. പല റിലേഷൻസ് ഉണ്ടാകാം, ഏതൊക്കെ റിഫ്ലെക്സീവ് ആവുന്നു അവിടെയൊക്കെ A element of R എന്ന് വരണം. For all A element of A എന്ന് പറഞ്ഞാൽ ഇവിടെ ആരൊക്കെ വരണം? A1 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ഉണ്ടാവണം, A2 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ഉണ്ടാവണം, എക്സെട്ര AN എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ആ റിലേഷനിൽ ഇഫ് R is a relation, R is reflexive. ഇപ്പോൾ റിലേഷൻ R റിഫ്ലെക്സീവ് ആണെങ്കിൽ ഇവരൊക്കെ ഉറപ്പായിട്ടും ആ റിലേഷനിലുണ്ട് എന്ന് നമുക്ക് അറിയാം. എന്ന് പറഞ്ഞാൽ ഇത് എത്ര എലമെന്റ്സ് ഉണ്ട്? ഇവർ n എലമെന്റ്സ് ഉണ്ട്. ഇവരുണ്ടായാൽ മതി. ഇത് മാത്രമുള്ള റിലേഷൻ റിഫ്ലെക്സീവ് ആണ്. ഇതിൻ്റെ കൂടെ നമുക്ക് മറ്റുള്ളവരെ ഇൻക്ലൂഡ് ചെയ്താലും റിഫ്ലെക്സീവ് എന്നുള്ളത് ഇത് ഉണ്ടായാൽ മതി. മറ്റുള്ളത് ഇൻക്ലൂഡ് ചെയ്താലും റിഫ്ലെക്സീവ് എന്നുള്ള പാർട്ടിന് വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്കറിയാം ഒരു A1 A2 AN വെച്ച് നമുക്ക് ഫോം ചെയ്യാവുന്ന ഓർഡേഡ് പെയേഴ്സ് ആണല്ലോ റിലേഷൻസിൽ വരാൻ പോകുന്നത്. ഫോം ചെയ്യാവുന്ന ഓർഡേഡ് പെയേഴ്സിൻ്റെ എണ്ണം എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണ് റിഫ്ലെക്സീവ് റിലേഷൻസ്. അപ്പോൾ റിഫ്ലെക്സീവ് റിലേഷൻസ് അതിൻ്റെ സബ്സെറ്റ് ആണ്. അതിൻ്റെ ഒന്ന് കുറച്ച് പേരെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എ ക്രോസ് എയിൽ എത്ര പേരുണ്ട്? എ ക്രോസ് എയിൽ നമുക്ക് A1 A1 A2 A1 A3 A1 AN A2 A1 A2 A3 AN A1 അങ്ങനെ n into n അല്ലെ കാർഡിനാലിറ്റി ഓഫ് എ ക്രോസ് എ ഈക്വൽ ടു n സ്ക്വയർ എലമെന്റ്സ് ആണ് നമുക്ക് ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഈ എലമെന്റ്സ് വെച്ചിട്ട് വേണം നമുക്ക് A1 A2 എക്സെട്ര A1 AN A2 A1 A2 നമുക്ക് റിലേഷനിൽ വരാവുന്ന ആൾക്കാരെ ചുമ്മാ എഴുതി വെച്ചെന്നുള്ളൂ. A2 AN എക്സെട്ര AN A1 AN A2 എക്സെട്ര AN ഇവരാണ് നമ്മളുടെ റിലേഷനിൽ വരാവുന്ന ആൾക്കാർ. ഇതിലെ നമുക്ക് റിഫ്ലെക്സീവ് ആവണമെങ്കിൽ ഇതിനെ ഉറപ്പായിട്ടും എടുക്കണം. ഇതിലേതെങ്കിലും പോരാ, എല്ലാ എലമെന്റ് ഓഫ് എക്കും വേണം. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ A1 A2 AN ഇങ്ങനെ n എലമെന്റ്സ് ഉറപ്പായിട്ടും നമ്മളുടെ റിലേഷനിൽ ഉണ്ടാവണം. പിന്നെയുള്ളവർ ഉണ്ടാവുമോ ഉണ്ടാകാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ബാക്കി എത്ര പേരുണ്ട്? ഇവർ n, ആകെ n സ്ക്വയർ. അപ്പോൾ ഇതൊഴികെ n സ്ക്വയർ മൈനസ് n എലമെന്റ്സ് കൂടി എ ക്രോസ് എയിൽ ഉണ്ട്. അപ്പോൾ
n സ്ക്വയർ മൈനസ് എലമെന്റ്സ് n എലമെന്റ്സിൽ നിന്ന് നമുക്ക് ഒരെണ്ണം മാത്രമുള്ളത് ഫോം ചെയ്യാം, രണ്ടെണ്ണം മാത്രമുള്ളത് ഫോം ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു സെറ്റിന് n എലമെന്റ്സ് ആണെങ്കിൽ അതിൽ നിന്ന് ഫോം ചെയ്യാവുന്ന റിലേഷൻസിന്റെ എണ്ണം 2n, ഒരു സെറ്റിന്റെ സബ്സെറ്റ്സിന്റെ എണ്ണം. അപ്പോൾ എ ക്രോസ് എയുടെ സബ്സെറ്റ്സിന്റെ എണ്ണമാണ് റിലേഷൻസിന്റെ എണ്ണം. അത് നമ്മൾ നേരത്തെ റിസൾട്ട് പ്രൂവ് ചെയ്തു. നമ്പർ ഓഫ് റിലേഷൻസ് ഓൺ എ സെറ്റ് വിത്ത് n എലമെന്റ്സ്, number of subsets of a set with n elements is 2n. അപ്പോൾ ഇതിന്റെ സബ്സെറ്റ്സ് ആണ് എ ക്രോസ് എ എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ സബ്സെറ്റ്സ് ആണ് നമ്മുടെ റിലേഷൻസ്. അതിൽ ഇത്രയും പേരെ മാറ്റി നിർത്തി മറ്റതിൽ ആരൊക്കെ വരാം എന്ന് പറഞ്ഞാൽ നമുക്ക് 2n സ്ക്വയർ മൈനസ് n പോസിബിലിറ്റീസ് മറ്റ് എലമെന്റ്സിന്റെ കാര്യത്തിലുണ്ട്. അവിടെ ഈ പറഞ്ഞതിൻ്റെ അകത്ത് ഒരാൾ ഇതൊഴികെ, നമ്മൾ ഈ കാണുന്ന ഡയഗണലിൽ കാണുന്ന ഒഴികെ ഒരാളെ മാത്രം എടുക്കാം, രണ്ടുപേരെ ആരെയും എടുക്കാതിരിക്കാം, ഒരാളെ മാത്രം എടുക്കാം, രണ്ടുപേരെ മാത്രം എടുക്കാം, അവിടെയുള്ള എല്ലാവരെയും എടുക്കാം. സോ 2n സ്ക്വയർ മൈനസ് n പോസിബിലിറ്റീസ് ഫോർ ദ അതർ എലമെന്റ്സ്. ഇവരല്ലാതെ ബാക്കിയുള്ളവർക്ക് ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ട്. ആ കൂട്ടത്തിൽ അത് 5 തുടങ്ങിയ ഇതിൻ്റെ അകത്ത് 5 ആകാം, A1 A2 മാത്രമാകാം, A1 AN മാത്രമാകാം. അങ്ങനെ ഓരോരുത്തരും മാത്രം രണ്ടുപേര് വീതം മിച്ചമുള്ള n സ്ക്വയർ മൈനസ് n എലമെന്റ്സ് മൊത്തം അങ്ങനെയൊക്കെ ആകും. അതിൻ്റെ അകത്ത് റിഫ്ലക്സീവ് ആണെങ്കിൽ ഇവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. അതിനെന്നാ ചെയ്യണം, ഈ പറഞ്ഞ ഓരോ സെറ്റിൻ്റെ അകത്തും ഇതിനെയും കൂടെ ഉറപ്പായിട്ടും അങ്ങ് ഇട്ടാൽ മതി. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ഓഫ് സബ് കളക്ഷൻസ് ഓഫ് എ ക്രോസ് എ വിത്ത് A1 A1 A2 A2 എക്സെട്ര AN AN ഈസ് 2n സ്ക്വയർ മൈനസ് n. അപ്പോൾ ഇവരുള്ള കളക്ഷനാണ് റിഫ്ലക്സീവ് റിലേഷൻസ്. അങ്ങനെ 2n സ്ക്വയർ മൈനസ് n റിഫ്ലക്സീവ് റിലേഷൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. എ എന്ന് പറയുന്ന സെറ്റിൽ n എലമെന്റ്സ് A1 A2 എക്സെട്ര n. എ ക്രോസ് എയുടെ സബ്സെറ്റാണ് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് എ ക്രോസ് എ. ഇതാണ് ഇതിന്റെ സബ്സെറ്റ്സ്. A1 A1 തന്നെ എടുക്കാം, A1 A1ഉം AN A2 കൂടെ എടുക്കാം. അപ്പോൾ ഇതല്ല, ഇതിന്റെ എ ക്രോസ് എ ഇതാണ്, ഇതിന്റെ സബ്സെറ്റ്സ് ആണ് റിലേഷൻസ്. ഒരു സെറ്റിന് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ സബ്സെറ്റ്സിന്റെ എണ്ണം 2n ആണ്. ഈ കളക്ഷനിൽ എ ക്രോസ് എ എന്ന് പറയുന്ന കളക്ഷനിൽ നമുക്ക് n സ്ക്വയർ എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ റിലേഷൻസിന്റെ എണ്ണമാണെങ്കിൽ എ ക്രോസ് എയുടെ സബ്സെറ്റ്സിന്റെ എണ്ണം 2n സ്ക്വയർ പോസിബിലിറ്റീസ് ആണ്. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പം എന്നാ എല്ലാ റിലേഷൻസും പറ്റത്തില്ല, ഇവർ നിർബന്ധമായിട്ടും ഉണ്ടാവുന്ന റിലേഷൻസേ പറ്റത്തുള്ളൂ. ആകെ 2n സ്ക്വയർ റിലേഷൻസ് ഒരു സെറ്റിൽ n എലമെന്റ്സ് ആണെങ്കിൽ 2n സ്ക്വയർ റിലേഷൻസ് ആ സെറ്റിൽ പോസിബിൾ ആണ്. പക്ഷെ അതിൽ ഇവർ നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഇവരല്ലാത്ത മെമ്പേഴ്സിനെ നോക്കി നമുക്ക് 2n സ്ക്വയർ മൈനസ് n പോസിബിലിറ്റീസ് ഉണ്ട്. ആ കൂട്ടത്തിൽ ഇവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. ഇവരെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ 5 ഒരാൾ മാത്രമുള്ളത്, രണ്ടുപേര് മാത്രമുള്ളത്, ആ കൂട്ടത്തിൽ നമ്മൾ ഇതിനെയും കൂടെ അങ്ങ് ചേർക്കുക. ഇവർ നിർബന്ധമാണ്. അപ്പോൾ 5 പറ്റത്തില്ല. A1 A1 A2 A2 AN AN നിർബന്ധമായിട്ടും ഉണ്ടാകണം. അപ്പോൾ ഇവരല്ലാതെ ഫോം ചെയ്യാവുന്ന പോസിബിലിറ്റീസിന്റെ കൂട്ടത്തിൽ ഇതിനെയും കൂടെ എടുത്തു വെച്ചാൽ മതി. ഇവരല്ലാതെ ഫോം ചെയ്യാവുന്ന പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ n സ്ക്വയർ മൈനസ് n എലമെന്റ്സിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന പോസിബിലിറ്റീസ് ആണ്. n എലമെന്റ്സിൽ 2n പോസിബിലിറ്റീസ് എന്ന് പറയുന്ന പോലെ n സ്ക്വയർ മൈനസ് n ആണ് ഇതല്ലാതെയുള്ള എലമെന്റ്സിന്റെ എണ്ണം. അവിടെ നമുക്കുണ്ടാകുന്ന പോസിബിലിറ്റീസ് അവരെ ഒരാളെ, രണ്ടുപേരെ, ആരെയും ഇല്ലാതെ അല്ല എല്ലാവരെയും അങ്ങനെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാവുന്ന പോസിബിലിറ്റി 2n സ്ക്വയർ മൈനസ് n പോസിബിലിറ്റീസ്. അതിൻ്റെ കൂടെ ഇതിനെയും കൂടെ ചേർത്ത് വെക്കുക. ദെൻ 2n സ്ക്വയർ മൈനസ് n പോസിബിലിറ്റീസ് വിത്ത് A1 A1 A2 A2 എക്സെട്ര AN AN. സോ നമ്പർ ഓഫ് റിഫ്ലക്സീവ് റിലേഷൻസ് ഓൺ എ സെറ്റ് വിത്ത് n എലമെന്റ്സ് ഈസ് 2n സ്ക്വയർ മൈനസ് n. അത് കഴിയുമ്പോൾ നമുക്ക് ട്രാൻസിറ്റീവ് റിലേഷൻസിലേക്ക് പോകും. ഈ പ്രോബ്ലംസ് രണ്ടും നിങ്ങൾക്ക് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്തിരുന്ന നോട്ടിലുണ്ട്. ആ നോട്ട്സ് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അതിലെ ഓർഡറിൽ തന്നെ എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ആ നോട്ട്സ് നിങ്ങൾക്ക് നോട്ട് എഴുതാൻ ഉപയോഗിക്കാം. ക്ലാസ് എടുക്കുന്നത് നോക്കുക, അതിൻ്റെ നോട്ട്സ് അവിടെ ഉണ്ടെങ്കിൽ അവിടെ നോക്കി എഴുതുക. അല്ലാത്ത നോട്ട്സ് ആണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എഴുതാവുന്നത് തന്നെ ക്ലിയർ ആയിട്ട് നോട്ട്സും കൂടെ പറഞ്ഞിട്ടായിരിക്കും തരിക. അപ്പോൾ നിങ്ങൾ ഇതിൽ നോക്കി എഴുതുക. ഓക്കെ, താങ്ക് യു.